ഹലോ. ഓണം ആയിക്കഴിഞ്ഞാണ്ടല്ല സ്കൂളിൽ സെലിബ്രേഷൻസ് ആണ് വരാൻ വേണ്ടി പോണത്. അപ്പൊ മക്കൾക്കൊരു ഡ്രസ്സൊക്കെ എടുക്കാന്ന് പറഞ്ഞ അങ്ങനെ ഒരു കുട്ടി ഷോപ്പിംഗ്. ഇതാരാമന് പാടിയേക്കണ മുഹമ്മദാണ്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ റേഡിയോയില് വന്ന പാട്ടാണ് ട്ടാ ഇത്. എനിക്കൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണാണ്ട് പഠിച്ച് ക്ലാസ്സിലൊക്കെ ഷൈൻ ചെയ്യുന്ന പറയുണ്ടായി. പണ്ടൊക്കെ എൻ്റെ ഉമ്മാക്കൊക്കെ എന്ത് സുഖമാണെന്ന് അറിയോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഓണ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ ഡ്രസ്സ് ഒന്നും എടുക്കണ്ട, എല്ലാ ദിവസവും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എപ്പോഴും യൂണിഫോം ആയിരിക്കും. സ്കൂളിൽ എന്ത് പരിപാടി വന്നാലും ഞങ്ങൾ യൂണിഫോം മാത്രമേ ഇടിപ്പിക്കുള്ളായിരുന്നു. ആ പ്രായത്തിലൊക്കെ എന്ത് കൊതിയാണെന്ന് അറിയോ, നമുക്ക് സ്കൂളിൽ ഒരു കളർ ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും സ്കൂൾ ലീവായിട്ട് പാരന്റ്സിനായിട്ട് കളർ ഡ്രസ്സിൽ വരൂല, നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുമായിരുന്നു അന്നൊക്കെ. ഇവിടെ മക്കൾക്ക് ബർത്ത്ഡേക്ക് ഇടാം, ഓരോരോ സ്പെഷ്യൽ ഡേയ്സിന് ഇടാം, സെലിബ്രേഷൻസിന് ഇടാം. പക്ഷെ ഇതൊക്കെ നമുക്ക് പണിയാണ്. സ്റ്റിച്ച് ചെയ്ത് ആ ചുക്കിലേക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓർത്ത് റെഡിമെയ്ഡ് എന്തെങ്കിലും എടുക്കാമെന്ന്. മിക്കപ്പോഴും ഓണമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വരലുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരെണ്ണമൊക്കെ എനിക്കിങ്ങനെ സെറ്റായിട്ട് വന്നു, പക്ഷെ അതില്ല ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഉള്ള പോലത്തെ ഒരു ഡ്രസ്സ്. മെൻസിന്റെ സെക്ഷനിൽ കുറെ കൂടി കളക്ഷൻസ് ഉണ്ടായിട്ടാ. നമ്മൾ മിക്കപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ധരിക്കാതെ എടുക്കലില്ല. എനിക്കങ്ങനെ ജീൻസ് ഒന്നും സെലക്ട് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഒന്ന് രണ്ടെണ്ണം എടുത്ത് ധരിക്കാനെ കൊണ്ട് ട്രൈ ചെയ്യിച്ചു. ട്രയൽ റൂമിലേക്ക് പോയപ്പോൾ ഞാൻ പിന്നെ ഒറ്റക്കാട് ബോറടിക്കുന്ന കാരണം പിന്നെ മിറർ കണ്ടപ്പോൾ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആച്ചുക്കളിക്ക് ഡ്രസ്സ് കിട്ടിയില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മക്കള് സ്കൂൾ വിട്ട് വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാന്ന് കരുതിയിട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു. എന്റെ നിപ്പ് കണ്ടിട്ട് എനിക്ക് ഒരു വശപ്പശ തോന്നിയിട്ടായിരിക്കും. എനിക്ക് അപ്പൊ തന്നെ പറഞ്ഞു നോക്കേണ്ടത് എനിക്ക് വാങ്ങിച്ചു തരൂലെന്ന്. അതുകൊണ്ട് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറെ ഞാൻ ചോദിച്ചു നോക്കി, പക്ഷെ വാങ്ങിച്ചു തന്നില്ല. പിന്നെ മക്കൾക്ക് മാത്രം വാങ്ങിച്ചുള്ളൂ കേട്ടാ. പക്ഷെ ഞാൻ ഇത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മക്കളെ ഷെയർ ചെയ്ത് ചോദിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവര് തരുമ്പോ അങ്ങനെ കഴിക്കും. അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.